IAS ഉദ്യോഗസ്ഥരായ ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ പിൻവലിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ ജയതിലക് അദ്ദേഹം ചീഫ് സെക്രട്ടറിയായി തുടരുകയാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ തവണ ശാരദാ മുരളീധരൻ ഈ പ്രശാന്തിൻ്റെയൊക്കെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് കുറിപ്പെഴുതി വെച്ചിട്ട് അത് സമ്മതിക്കാതിരുന്നത് ജയതിലകാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഒരു മധുര പ്രതികാരം എന്ന രീതിയിലേക്ക് നമുക്കിതിനെ കണക്കാക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എപ്പോഴായിരിക്കും ഇവർ സർവീസിൽ തിരികെ പ്രവേശിക്കുക? വളരെ നിർണായകമായൊരു നടപടിയാണല്ലോ ഉണ്ടായത്. അനുജ, ഉറപ്പായിട്ടും ജയതിലകിനെ സംബന്ധിച്ച് സ്വാഭാവികമായും അനുജ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ജയതിലകിനെതിരെ പരസ്യ വിമർശനം, അതേപോലെ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിലടക്കം ചോദ്യങ്ങൾ ഉന്നയിച്ച എൻ പ്രശാന്ത് തുടങ്ങി വെച്ചതാണ് പിന്നീട് സസ്പെൻഷനിലേക്ക് കലാശിച്ചത്. കഴിഞ്ഞ 2 വർഷമായി എൻ പ്രശാന്ത് സസ്പെൻഷനിൽ തുടരുകയാണ്. അതായത് ഈ 2 ഉദ്യോഗസ്ഥരുടെയും കാര്യത്തിൽ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നു. ഇടത് സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപ് ബി അശോകിനെ സസ്പെൻഡ് ചെയ്തത്. തുടർഭരണം ഫാസിസത്തിലേക്ക് നയിക്കുമെന്ന മാധ്യമങ്ങളിലെ വിമർശനമായിരുന്നു സസ്പെൻഷന് കാരണം. അതേപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എൻ പ്രശാന്തിന്റെ കാര്യത്തിലും സമാനമായിരുന്നു. ജയതിലകിന് പിന്നാലെയുള്ള രൂക്ഷ വിമർശനങ്ങൾ അത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ 2 വർഷം മുൻപ് പുറത്തിരുത്തി. ഈ 2 വർഷ കാലയളവിനിടയിൽ ഏതാണ്ട് 9 സസ്പെൻഷൻ നടപടികളാണ് എൻ പ്രശാന്ത് നേരിട്ടത്. ഈ പരസ്യ പ്രതികരണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നതിൽ ചില കോൺഗ്രസ് നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചെങ്കിലും മുഖ്യമന്ത്രിയാണ് ഇരുവരെയും തീരുമാനിക്കാനുള്ള ഫയലിൽ ഇന്നലെ ഒപ്പിടുന്നതും ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. നാളെ IAS ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗിന് മുന്നോടിയായിട്ടുള്ള സിവിൽ സർവീസ് ബോർഡ് ചേരുന്നുണ്ട്. ആ ബോർഡിലായിരിക്കും ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും പോസ്റ്റുകൾ സംബന്ധിച്ച തീരുമാനമെടുക്കുക. മാത്രമല്ല IAS തലപ്പത്തെ സമഗ്ര അഴിച്ചുപണി സംബന്ധിച്ചിട്ടുള്ള തീരുമാനവും നാളത്തെ സിവിൽ സർവീസ് ബോർഡ് യോഗത്തിൽ എടുക്കും. അതായത് നാളത്തെ യോഗം അത്രത്തോളം നിർണായകമാണ്. ഇനി വരുന്ന അഴിച്ചുപണിയുടെയൊക്കെ വിശദാംശങ്ങൾ ഒരുപക്ഷെ എങ്ങനെയാകും അത് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ നാളത്തെ യോഗത്തിൽ അതിൽ തീരുമാനമുണ്ടാകുമോ ഷഫീദ്? അത് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ പ്രശാന്തിന്റെ കാര്യത്തിൽ ജയതിലക് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്ന നടപടികൾ അത് ഏതെങ്കിലും തരത്തിൽ കാലതാമസം എടുക്കുമെന്നുള്ളതൊക്കെയായിരുന്നു എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ കരുതിയിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്നുള്ള തീരുമാനം ഇക്കാര്യത്തിൽ വേണം എന്നുള്ള നിർദ്ദേശം പോവുകയും അങ്ങനെയാണ് ഈ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തത്. നാളത്തെ സിവിൽ സർവീസ് ബോർഡ് യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പൊതുഭരണ സെക്രട്ടറി എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. 2 വർഷം തികയും മുൻപ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ളവരെ സ്ഥലം മാറ്റണമെങ്കിൽ ബോർഡിന്റെ അനുമതി വേണം. അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരുന്നത്. ബി അശോകിന്റെ കാര്യത്തിൽ ബി അശോക് വളരെ സുപ്രധാനമായ ഒരു പോസ്റ്റിലേക്ക് വരാനുള്ള സാധ്യത ഇപ്പോൾ പലരും പറയുന്നുണ്ട്. അതേസമയം ജില്ലാ കളക്ടർമാർ, അതേപോലെ വകുപ്പ് സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകളുടെ മാറ്റം സംബന്ധിച്ച സമഗ്ര മാറ്റം സംബന്ധിച്ചിട്ടുള്ള തീരുമാനം അത് നാളത്തെ ബോർഡ് യോഗത്തിൽ എടുക്കും. അനുജ, ഇതിൽ ഈ ജയതിലകിന്റെ ഒരു നിലപാട്, അദ്ദേഹത്തിന്റെ നിലപാടിൽ ഇനി പ്രസക്തിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹമാണ് ഇതിൽ ഈ തിരികെ സർവീസിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ മുൻകൈയെടുത്ത് സസ്പെൻഷനിൽ തന്നെ തുടരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ എന്താകും അദ്ദേഹത്തിന്റെ വരും കാലങ്ങളിലുള്ള നിലപാട്? ചീഫ് സെക്രട്ടറി ജയതിലകിനെ സംബന്ധിച്ച് വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് അദ്ദേഹത്തിന്റെ സർവീസ് ബാക്കിയുള്ളത്. മാത്രവുമല്ല, നേരത്തെ എൻ പ്രശാന്ത് അടക്കം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ജയതിലക് പ്രതികാര മനോഭാവത്തോടുകൂടി പെരുമാറുന്നു. ഇത് സംബന്ധിച്ച പല വിവരങ്ങൾ, പ്രത്യേകിച്ച് വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള ഫയൽ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ അത് പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, ഒരു IAS ഉദ്യോഗസ്ഥന്റെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട ലൈവ് സ്ട്രീം അടക്കമുള്ള കാര്യങ്ങൾ എൻ പ്രശാന്ത് ആവശ്യപ്പെടുന്നതും പക്ഷേ സംസ്ഥാനത്തെ ഈ സിവിൽ സർവീസ് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ മുൻപൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമായിരുന്നു. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ പുതിയ സർക്കാർ വരുമ്പോൾ മാറും എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോഴും ജയതിലക് ഏതെങ്കിലും തരത്തിൽ എൻ പ്രശാന്തിനെ റിവോക്ക് ചെയ്യുന്ന നടപടി വൈകിപ്പിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആഭ്യന്തര വിവരം അനുസരിച്ച് ഈ വിഷയത്തിൽ ജയതിലക് ഒരു കാലതാമസം, ഏതാണ്ട് 1.5 ആഴ്ചയുടെ കാലതാമസം എടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി വി ഡി സതീശൻ അധികാരമേറ്റ ശേഷം ആദ്യം പറഞ്ഞ മാറ്റങ്ങളിലൊന്ന് അത് ഈ ഉദ്യോഗസ്ഥരെ, അതായത് മുൻ സർക്കാരിനെ വിമർശിച്ച ഉദ്യോഗസ്ഥരെ അവരെ തിരിച്ചെടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അത് നടപ്പിലായി ഇപ്പോൾ ഉത്തരവായി ഇറങ്ങാൻ ഇത്രയും ദിവസത്തെ സമയമെടുത്തു. ഇനി ഇവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ചുമതല അതുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി അശോക് മുൻപ് ഈ ട്രൈബ്യൂണലിലടക്കം പോകുന്നത്, മുൻ സർക്കാരിന്റെ കാലത്ത് ട്രൈബ്യൂണലിലടക്കം പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്രധാനമായ പല ചുമതലകളിലും അദ്ദേഹത്തെ നിയോഗിച്ചത് നമ്മൾ കണ്ടതാണ്. അതിനെതിരെയായിരുന്നു അദ്ദേഹം പോയത്. മാത്രമല്ല, ഉത്തരവ് മേശപ്പുറത്ത് കിടക്കട്ടെ, കാവൽ സർക്കാരിന്റെ നടപടിക്ക് നിയമസാധ്യതയില്ലെന്നായിരുന്നു സസ്പെൻഷന് ശേഷമുള്ള അശോകിന്റെ പ്രതികരണം. ഏതായാലും ആ രീതിയിൽ ഉദ്യോഗസ്ഥർ ഈ പരസ്യ പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ജയതിലക് തന്നെ ആ വിഷയത്തിൽ എൻ പ്രശാന്തിനെ അടക്കം തിരിച്ചടക്കണം എന്നുള്ള ഉത്തരവിറക്കിയിരിക്കുന്നു. ഇനി ഇവരുടെ പോസ്റ്റിംഗ് ആണ് ഇതിലെ ഒരു ആകാംക്ഷ. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.